രാസലഹരി ശരീരത്തേക്ക് കയറുമ്പോൾ ഒരു കുട്ടിക്കും ഒരു മനുഷ്യനും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ ബെൻസിൻ അദ്ദേഹം നമ്മളോട് പറയും. നിങ്ങളത് ശ്രദ്ധയോടെ കാണണം. കാര്യം നമ്മുടെ കുട്ടികൾ അകപ്പെടുന്ന അപകടം എന്താണ്, അതിന്റെ ആഴം എത്രയാണ് എന്നറിയാൻ വേണ്ടി ഈ ഡോക്ടർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ. നിങ്ങൾ ബാക്കി ജോലികളൊക്കെ ഇപ്പം നിർത്തിവെക്കുക, ഇത് കാണുക. ഇത് കണ്ടാലേ നമ്മുടെ ഈ ശ്രമം വിജയിക്കും. നമുക്ക് ഈ രാസലഹരി എന്നേക്കുമായി ഇവിടെ പടരുന്നത് അവസാനിപ്പിക്കണം. അപ്പോൾ ഓവർ ടു ദാറ്റ് ഡോക്ടർ ബെൻസി അല്ലേ, ബെൻസർ ഹുസൈനാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് 24 ബ്രേക്കിംഗ് വിത്ത് ആഷ്മി ആരംഭിക്കും. ആഷ്മി താജ് ഇബ്രാഹിം വരും. അപ്പോൾ ഓവർ ടു ഡോക്ടർ ബെൻസർ ഹുസൈൻ. അതെ, ലഹരികളെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റിമുലൻ്റ്, ഡിപ്രസൻ്റ്, സൈക്കോട്ടിക്. സ്റ്റിമുലൻ്റ് കാറ്റഗറിയിലാണ് MDMA അല്ലെങ്കിൽ കഫീൻ, കൊക്കൈൻ കാര്യങ്ങൾ വരുന്നത്. ഡിപ്രസൻ്റ് കാര്യങ്ങളിലാണ് കഞ്ചാവ്, ആൽക്കഹോളൊക്കെ വരുന്നത്. കൂടാതെ സൈക്കോട്ടിക് കമ്പൗണ്ടാണ് LSD, മഷ്റൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളെ വാർത്തകളിൽ വരുന്നത് MDMA കുറിച്ചാണ്. എന്താണ് MDMA നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ MDMA പോലെ അല്ലെങ്കിൽ രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റയടിക്ക് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇതിൻ്റെ അളവ് ഒറ്റയടിക്ക് കൂടുകയാണ്. ശരീരത്തിൽ തന്നെ അകത്തുള്ള ഈ രാസപദാർത്ഥങ്ങൾ, നമ്മുടെ ഈ പറയുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് ഒറ്റയടിക്ക് കുറച്ച് നേരത്തേക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അളവ് തന്നെത്താനെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, ആൾ ഡിപ്രസീവ് ലെവലിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന ഉഷാറില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആളുകളിൽ തലച്ചോറിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് പോലെ തന്നെ ബാക്കിയുള്ള ഓർഗൻസ് ഇൻക്ലൂഡിങ് ഹാർട്ടിലും ഇഷ്യൂസ് ഉണ്ടാകും. ഇത് ബേസിക്കലി കെമിക്കൽ ഡ്രഗാണ്. ഓക്കെ, പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് സമയം പറയുന്ന ഓർഗാനിക്കായിട്ടോ അതുപോലെ നമ്മുടെ ഇതിൽ ഉള്ളതല്ല. എന്നാൽ കന്നാബിസ് എന്ന് പറയുന്ന സാധനം ഈ ഓർഗാനിക്കായിട്ട് ചെടികൾ വളർത്തി, എല്ലാവർക്കും അറിയുന്ന പോലെ ചെടികൾ വളർന്നു വരുന്നതാണ്. അതൊരു കാമിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഡിപ്രസിങ് എഫക്റ്റിലേക്കാണ് ഇത് ചെയ്യുക. ചില ആളുകളിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ആളുകളിൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ വരാതിരിക്കുന്ന ഒരു സാധനം വീണ്ടും ഹൈറ്റൻഡ് ആവാം, വീണ്ടും വരാം. അതായത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നാം. ആരൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നു, അവിടെ എന്തൊക്കെയുണ്ട്, ആരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നു, അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഈ ഒരു അവസ്ഥ, അതായത് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പല്ല് ഈ MDMA ഉപയോഗിക്കുന്ന ആൾ പല്ലുകൾ ഇറുമി ഉപയോഗിക്കുകയും പല്ലിൽ ഈ പറയുന്ന തേയ്മാനം വരുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ട്. ഹാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ ഇടുപ്പിൻ്റെ താളത്തിനെ അത് ബാധിക്കുന്നുണ്ട്. സ്കിന്നിൽ ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾ സ്കിന്നിൻ്റെ ഇഷ്യൂസിനെ അത് ബാധിക്കുന്നുണ്ട്. അസ് യു നോ, സ്മോക്കിംഗ് ആൻഡ് ഈ കന്നാബിസ് ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യുൽപാദന ശേഷിയെ വരെ ഇത് ബാധിക്കാറുണ്ട്. എന്താണ് എക്സാക്ട് റീസൺ വൈ ഹീസ് യൂസിങ്? ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആൾ 2 മാസം പോയി കിടന്നു, 3 മാസം പോയി കിടന്നു, 4 മാസം പോയി കിടന്നു, സാറാ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ആ വീണ്ടും ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, ഡ്രഗ്സ് എന്തുകൊണ്ട് ഉപയോഗിച്ച് തുടങ്ങി? വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണോ, കൂട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഓണം ക്രിസ്മസ് പെരുന്നാളൊന്നും ഉപയോഗിച്ചതാണോ, അതല്ലെങ്കിൽ ഉറക്കം പോയപ്പോൾ ഉപയോഗിച്ചതാണോ, ഉറക്കം ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിച്ചതാണോ, ടെൻഷൻ വന്നപ്പോൾ ഉപയോഗിച്ചതാണോ, അതല്ലെങ്കിൽ സന്തോഷം കൊണ്ട് എന്താണ്, വാട്ട് ഈസ് എക്സാക്ട് റീസൺ? അത് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുക. ഇതുകൊണ്ടുണ്ടാകുന്ന ബാക്കി ബിഹേവിയറൽ ഇഷ്യൂസ്, അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്നതും MDMA ഉപയോഗിക്കുന്നതും ഉണ്ടാകുന്ന ബിഹേവിയറൽ ഇഷ്യൂസിനുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്.